ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. 1000 രൂപയിൽ താഴെ ആയിട്ടുള്ള ബുഫറ്റിൽ മുതലേനെ വരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി തിന്നാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുമോ? അതും നല്ലൊരു അടിപൊളി സ്റ്റാർ ഹോട്ടൽ. നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ഗോകുലൻ ഗ്രാൻഡിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അറ്റ്മോസ്ഫിയറും എല്ലാം ഒരു അടിപൊളി തന്നെയാണ്. സാധാ നോർമൽ ഒരു സ്റ്റാർ ഹോട്ടൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം അൾട്രാ ലക്ഷറി എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു ലക്ഷറിയസ് ഫീലിംഗ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുതലക്കുട്ടന്മാരെയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വന്നു, അവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു, എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് എന്നൊക്കെ ഞാൻ ഒന്ന് നോക്കി സെറ്റായി. നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. ബുഫറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം കൂടി പറ്റി. എന്താണെന്നറിയോ, വലിയ കാര്യത്തിൽ ഞാൻ നന്നായിട്ട് ഷോ ഇറക്കി എല്ലാം വീഡിയോഗ്രാഫി ഒക്കെ എടുത്തിട്ടുണ്ടാകും. നിങ്ങളെ കാണിക്കും കൂടെ വേണമല്ലോ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി എൻ്റെ വീഡിയോ ഓൺ ആയില്ലായിരുന്നു മക്കളെ, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. സോറി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റാർട്ടേഴ്സ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട്, സാലഡ്സ്, ചാട്ട്, പിസ്സ സെക്ഷൻ, ലൈവ് വെള്ളപ്പം, ചപ്പാത്തി സെക്ഷൻ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റാർട്ടേഴ്സിൽ ഒരുപാടുണ്ട് കേട്ടോ. ഫിഷ് ടാക്കോസ്, റോൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കബാബുകൾ ഉണ്ടായിരുന്നത്. മെയിൻ കോഴ്സിൽ കപ്പ, ബീഫ്, ഹൈദരാബാദി ബിരിയാണി, നൂഡിൽസ്, പാസ്താസ്, പിന്നെ പുലാവുകളും വെജും അതുപോലെ തന്നെ നോൺ വെജ് കുറുമകളും ഉണ്ടായിരുന്നു. ഓരോ ദിവസം മാറി മാറി വരും. പിന്നെ ഡെസേർട്ടിന് ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ കാണുന്നതൊക്കെയാണുള്ളത്. ഇതിൻ്റെ ഒക്കെ ഒന്നും പേരൊന്നും എനിക്ക് അറിയില്ല മക്കളെ, ഇതൊക്കെ ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെയാണുള്ളത്. പിന്നെ ഇതാ ടിക്ക, ഇത് സൂപ്പറായിരുന്നു കേട്ടോ. 2 ടൈപ്പ് ടിക്ക ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും മലായി സംതിങ് ടിക്കയാണ്, പക്ഷെ രണ്ടും നല്ല ടേസ്റ്റും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ വെള്ളപ്പത്തിന് ഞാൻ കോമ്പിനേഷനായിട്ട് ലൈവ് വെള്ളപ്പമാണ്, അതുകൊണ്ട് നമുക്ക് ചുട്ട് തരും. വെള്ളപ്പത്തിന് കോമ്പിനേഷനായിട്ട് ഞാൻ ബീഫിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. അതെനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല, കുറച്ചൊരു ഫ്ലേവർ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാലും ഓക്കെ ആയിരുന്നു. 3 സൂപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 2 മണിക്കൂർ കുത്തിയിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ 2 ഫ്രണ്ട്സുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സലാഡ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറബിക് പ്ലാറ്റർ ഞാൻ ഇതിന് മുന്നേ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രത്തോളം ശരിക്കുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇഷ്ടമാണ്, നല്ല ഹെൽത്തി ഉള്ളൊരു ഐറ്റമാണ്. കസ്റ്റമർ സർവീസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെഫിനോട് വേണം നമുക്ക് സംസാരിക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വേണേൽ അവർ നമുക്ക് സെർവ് ചെയ്ത് കൊണ്ടു തരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ പോയി എടുക്കണമെന്നൊന്നുമില്ല, അവരോട് പറഞ്ഞാൽ അവർ കൊണ്ടുതരും. പിന്നെ പിസ്സ ഉണ്ട്, അതുപോലെ തന്നെ ചാട്ടിൻ്റെ കൗണ്ടറുണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് നോക്കിയില്ല, ഞങ്ങൾക്ക് വയറില്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പിന്നെ ഉപ്പിലിട്ടതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. സാലഡാണ് കൂടുതൽ. ഞാൻ ഒരുവിധം എല്ലാ സാലഡും ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ സാലഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതിന് സാലഡ് ഡ്രസ്സിങ്സ് ഒക്കെ ഒരുപാട് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കേക്കുകൾ, പുഡിങ്ങുകൾ അങ്ങനത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം നല്ലോണം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഒരു 80% ഡിഷസും ഞാൻ അവിടുത്തത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാം കുറച്ചായിട്ട് എടുത്ത് സമാധാനത്തിലിരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെജും കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതൊക്കെ ഒന്ന് ആസ്വദിക്കുക, അതല്ലേ രസം. കുട്ടികളുടെ പൈസ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി കുട്ടികൾക്ക് ഹാഫാണ് വരുന്നത്, പക്ഷെ നമുക്ക് അവർ ഒരു ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നു. ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പൈസ 900 റുപ്പീസ് പെർ ഹെഡാണ്. ആക്ച്വലി അത് വലിയൊരു വേർത്ത് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇന്നലെ പോയിട്ട് ഒരു ബ്രിസ്ക്കറ്റ് കഴിച്ച മക്കളെ, അതിന് 750 രൂപയാണുള്ളത്. വയറ് പോലും നിറഞ്ഞിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്ററാണ്. നമുക്ക് പല വെറൈറ്റി റെസിപ്പീസും പല ഡിഷസും നമുക്ക് പല റേറ്റിൽ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും. അപ്പോൾ ഇതും നമ്മളൊന്ന് വെച്ച് നോക്കിയാൽ, റേറ്റ് കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയാൽ നമ്മൾ നന്നായിട്ട് വയറ് നിറഞ്ഞ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഈ വർത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മളും ഹാപ്പി, മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ടൈം ലിമിറ്റ് ഉണ്ട്. 7 o'clock മുതൽ 10:30 വരെ ടൈം കിട്ടും. നമ്മളൊരു 8 o'clock ചെന്നിട്ടുണ്ടായിരുന്നത്. 10:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇനി നമുക്ക് മുതലേനെ തിന്നണ്ടേ? മുതലേനെ തിന്നാൻ വേണ്ടി ഞാൻ കാത്തിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയോ? ആ മുതലേ ഒരു ഡമ്മി പീസായിരുന്നു. കയറിയപ്പോൾ മുതലേനെ തിന്നാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ചമ്മിപ്പോയി. അപ്പോൾ നിങ്ങളും പ്രതീക്ഷിച്ചോ മുതലേ തിന്നാൻ? എന്നാൽ ചമ്മി നാറിക്കോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് സമാധാനത്തോട് കുടിക്കാൻ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മാവൂർ റോഡ് ആരാട്ടുപാലത്തിൻ്റെ അടുത്തുള്ള ഗോകുലം മാളിന് അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.